ഹലോ എല്ലാവർക്കും അലയൻസ് ബാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അടുപ്പിച്ച് ഉള്ള ഇളമ്പൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പോപ്പുലർ ഹ്യുണ്ടായിയുടെ ഷോറൂമിലേക്കാണ്. അപ്പം നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ i20യുടെ പുതിയ ഫേസ് ലിഫ്റ്റ് എഡിഷൻ സ്പോർട്സ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം, കണ്ടറിയാം. ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡ് തന്നെയാണ്. അപ്പം ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ബ്രോ നമസ്കാരം. നമസ്കാരം. എങ്ങനെ പേരെങ്ങനെ? ഹരികൃഷ്ണൻ. ബ്രോ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യണം? എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പോപ്പുലർ ഇളമ്പൽ. ഓക്കെ. അപ്പം പുതിയതായിട്ട് വന്നേ ഞാൻ പറയാം. നമ്മുടെ 4th ജനറേഷൻ വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗെറ്റ്സ് എന്ന് പറയുന്ന വണ്ടിയായിരുന്നു ആദ്യമായിട്ട് i20യിൽ. ഗെറ്റ്സ് എന്ന് പറഞ്ഞാണ് അറിയപ്പെട്ടിരുന്നത്. ഗെറ്റ്സ്. അത് കഴിഞ്ഞ് i20 എന്ന പേരിൽ വന്നു. അതിനുശേഷം എലൈറ്റ് i20 എന്ന പേരിൽ വന്നു. ഏറ്റവും ലാസ്റ്റാണ് ദ ഓൾ ന്യൂ i20. ഇത് സെൻഷ്യസ് ആൻഡ് സ്പോർട്ട്നെസ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ മെക്കാനിസത്തിൽ വരുന്നതാണ്. ഇതിൻ്റെ ആദ്യമേ ഫ്രണ്ടിൽ പറയുകയാണെങ്കിൽ പാരാമെട്രിക് ജുവൽ പാറ്റേൺ എന്ന് പറയുന്ന ഗ്രില്ലാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പിയാനോ ബ്ലാക്കിൽ സ്കേർട്സ് വരുന്നുണ്ട്. അത് ഒരു ലിപ്പ് പോലെ. പഴയ മോഡലിന് സെയിം ഉണ്ടായിരുന്നു? ഇല്ല, പുതിയ മോഡലിന്. പഴയ മോഡലിന് ഒരു കയറ് പോലെ അങ്ങ് വന്നു പോകുമായിരുന്നു. ഇതിപ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടി സ്കേർട്സ് കൊടുത്തേക്കാണ് ഒരു ലിപ്പിൽ കുറച്ചുകൂടെ ബൾജ് ചെയ്തിട്ട്. ഇനി DRL വ്യത്യാസമുണ്ടല്ലേ? DRL വ്യത്യാസമുണ്ട്. ഇത് സ്പോർട്സ് മോഡലാണ്. അതാകുമ്പോൾ DRL നമ്മുടെ ഫോഗ് ലാമ്പിന് തൊട്ട് മുകളിലായിട്ടാണ് വരുന്നത്. പ്രൊജക്ടർ ടൈപ്പ് അല്ലാതെ വരും. പ്രൊജക്ടർ ടൈപ്പ് ഫോഗ് ലാമ്പാണ്. തൊട്ട് മേളിലായിട്ടാണ് DRL വരുന്നത്. അല്ലാതെ നമ്മുടെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോലെ വരും. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് ഏത് മോഡലാണ്? ടോപ്പ് ഇത് സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ്. സെക്കൻഡ് വേരിയന്റ് മാഗ്ന, സ്പോർട്സ്, ആസ്ത ഓപ്ഷൻ 4 വേരിയൻസ് ആണുള്ളത്. പിന്നെ അടുത്തതായി പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എയറോ ഡൈനാമിക് ഡിസൈനും ക്യാരക്ടർ ലൈൻസും ആണ്. ക്യാരക്ടർ ലൈൻസിൽ എടുത്തു പറയേണ്ടത് ഇങ്ങനെയൊരു പൊക്കം. അതെന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടി ഇതിനെ ഒരുപാട് സഹായിക്കുന്നു. സ്പോർട്ടി ലുക്ക്. ഇതിപ്പം ഹാലജൻ. ഇതിനിപ്പം പ്രൊജക്ടർ ടൈപ്പ് വരുന്നുണ്ടല്ലോ? പ്രൊജക്ടർ ടൈപ്പ് വരുന്നുണ്ട്. ആസ്ത ഓപ്ഷൻ മുതലാണ് പ്രൊജക്ടർ ടൈപ്പ് വരുന്നത്. പ്രൊജക്ടർ ടൈപ്പ് ആണെങ്കിൽ കോർണറിംഗ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡ് വിസിബിലിറ്റി കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കോർണറിംഗ് ലാമ്പ് കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ സ്പോർട്ടി ലുക്ക് അതിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ വിസിബിലിറ്റിയും കുറച്ചുകൂടെ കൂട്ടുകയും ചെയ്യും. പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ക്രോം ലൈനാണ്. ക്രോം ബെൽറ്റ് ലൈൻ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ നമുക്കിതിലിപ്പോൾ ബോഡി കളർ തന്നെയാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. മറ്റേ നമ്മുടെ ടോപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ക്രോം ഫിനിഷ് വരും. പിന്നെ നമ്മുടെ സൈഡ് മിറർ പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് മിററിൽ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. സെക്കൻഡ് വേരിയൻറ്റിൽ മിററിൽ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ പുഡിൽ ലാംപ്സ് എന്ന് പറയുന്നൊരു ഇതുകൂടെ ഉണ്ട്. നമുക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യാൻ, രാത്രിയിലൊക്കെ കയറുകയും ഇറങ്ങുകയും ചെയ്യാനൊക്കെയുള്ള. ഡോർ ഓപ്പൺ ആകുമ്പോൾ ലാമ്പും കത്തും.
പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടയർ സൈസ് R16 ആണ് വരുന്നത്. അതിൽ തന്നെ ഇതിലാണെങ്കിൽ സ്റ്റൈൽഡ് സ്റ്റീൽ വീലാണ് വരുന്നത്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്കിൽ ഒരു ഇത് വരുന്നുണ്ട്, ഈ ഡിസൈൻ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. എന്ന് പറയുന്നത് ബാഡ്ജിങ് വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ. ഈ വേരിയൻസിൽ വരുമ്പോൾ 5 ബാഡ്ജിങ് ആണ് വരുന്നത്. 5 ബാഡ്ജിങ് i20 എന്നുള്ള 5 ബാഡ്ജിങ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 7 ബാഡ്ജിങ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എൻജിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 1.2 ലിറ്റർ കാപ്പ എൻജിനാണ് വരുന്നത്. VT 83 PS ആയിട്ട് 6000 RPM ആണ് ഇതിൻ്റെ പവർ. പെട്രോളാണ്. പെട്രോൾ വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണിത്. ഇതിന് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് i20 എന്ന് പറയുന്ന ടെക്നോളജി വരുന്നുണ്ട്. i20 ഇതിൽ ടോർക്ക് എന്ന് പറയുന്നത് 11.7 അറ്റ് 4200 RPM ആണ്. എനിക്കൊന്ന് ഇതിൻ്റെ ഒരു കേസ് ഒരു കവറും കൂടെ കുറച്ചുകൂടെ ബെറ്റർ ഫീല് കിട്ടിയേനെ. നമ്മുടെ ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും i20 ആണ്. i20 ടെക്നോളജി ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇതിലും നമ്മുടെ മാനുവലിലും 3 പവർ കൂടുതലാണ്. 88 പവറാണ് വരുന്നത്. 88 പവർ അറ്റ് 6000 RPM ആണ് പവർ വരുന്നത്. പിന്നെ ടോർക്ക് വരുന്നത് സെയിം ആണ്. 11.2 1200 cc. ഇതിൻ്റെ തന്നെ ഇനിയിപ്പോൾ ടർബോ വേരിയൻസ് വരുന്നുണ്ട്. ടർബോ എഞ്ചിൻ ആകുമ്പോഴത്തേക്ക് GDI ആണ്. 1 ലിറ്റർ ടർബോ GDI 990 പുതിയ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ടർബോ എഞ്ചിൻ വരുന്നത്. ആദ്യമായിട്ടാണ്. 998 cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി. പവർ എന്ന് പറയുന്നത് 120 PS അറ്റ് 6000 RPM ആണ്. 17.5 ആണ് ഇതിൻ്റെ ടോർക്ക് എണ്ണം വരുന്നത്. ഇനി ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ സെഗ്മെൻറ്റിൽ നമുക്ക് വരുന്ന ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്റർ നമ്മുടെ ക്രെറ്റയിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 1.5 ലിറ്റർ U2 CRDI എഞ്ചിനാണ്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന CRDI എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 100 PS അറ്റ് 4000 RPM ആണ് അതിൻ്റെ പവർ. ഗിയർ ഷിഫ്റ്റ് വരുന്നത് മാനുവലിൽ പെട്രോൾ മാനുവലിൽ വരുമ്പോൾ 5 സ്പീഡാണ് വരുന്നത്. 5 സ്പീഡാണ്. പെട്രോൾ മാനുവലിൽ 5 സ്പീഡാണ്. ഓട്ടോമാറ്റിക്കലും 5 സ്പീഡ് തന്നെയാണ് വരുന്നത്. DCT വരുമ്പോഴത്തേക്ക് അത് 7 സ്പീഡായിട്ട് മാറുന്നുണ്ട്. 7 സ്പീഡ് മാനുവലാണ് വരുന്നത്. പിന്നെ നമ്മുടെ എഞ്ചിൻ ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 6 സ്പീഡാണ്. 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. ഇനി ബാക്കിലേക്ക് വന്നാൽ പറയാനുള്ളത് ഒരു പിയാനോ ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ Hyundai എന്ന് പറഞ്ഞ ബാഡ്ജിങ് വരുന്നത്, ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വരുന്ന ഒരു റിയർ ക്രോം ഗാർണിഷ്, അത് അവിടെ നിന്ന് ബെഡ് ലൈൻ പോലെ അവിടെ നിന്ന് ഇങ്ങനെ അറ്റം വരെ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ചെറിയൊരു സാമ്യം തോന്നുന്നു. സാമ്യമല്ല, ഇതിപ്പം ഫ്യൂച്ചർ ഡിസൈനാണ്. എല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആയതുകൊണ്ട് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്ലോബലി നേരത്തെ ടാറ്റയ്ക്ക് മുമ്പേ തന്നെ ഗ്ലോബലി ഇറക്കിയ വണ്ടിയാണ്. അപ്പോൾ ആ ഡിസൈൻ തന്നെയാണ്, ആ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ അതിനുശേഷം എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ റിയർ ബ്രേക്ക് ലൈറ്റ് വരുന്നത് ഇസഡ് ഷേപ്പാണ്. അതൊരു സ്പോർട്ടി ലുക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ i20 എന്ന് പറയുന്ന ബാഡ്ജിങ് വരുന്നുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ വീണ്ടും ഒരു പിയാനോ ബ്ലാക്ക്, ഒരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടി ഒരു സ്കേർട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലല്ല, നമ്മുടെ മാഗ്നയിൽ തൊട്ടേ ഇങ്ങനെയാണ്, ഇതേ ടൈപ്പാണ്. ബേസ് വേരിയന്റ് മാഗ്നയിൽ റിവേഴ്സ് ക്യാമറ ഉണ്ട്, സെൻസർ വരുന്നുണ്ട്. ഇനി ബൂട്ട് കാണിക്കാം. 311 ലിറ്റർ ആണ് സ്പേസ് ആണ് വരുന്നത്. പിന്നെ ഇതിലേക്ക് സ്പോർട്ട് തൊട്ട് ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. പിന്നെ ബൂട്ടിൽ തന്നെ ലൈറ്റ് വരുന്നുണ്ട്. ബൂട്ട് ലൈറ്റ് സ്പെയർ വീല് വരുന്നത് R15 ആണ് സ്പെയർ വീല് വരുന്നത്. അത് ഒരു ഇത് കുറച്ചിട്ടാണ്, റേഡിയസ് കുറച്ചിട്ടാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്പിനായിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. പിന്നെ അതിനകത്ത് നമുക്കിപ്പം
നമുക്ക് എന്തെങ്കിലും ക്യാരി ചെയ്തിടാൻ വേണ്ടി അത് പുതിയൊരു ഫീച്ചറാണ്. സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടി വേറൊരു ചെയ്ത ഫീച്ചറാണ് ഷാർക്ക് ഫിൻ ആൻറ്റിന. അത് കുറച്ചുകൂടെ പ്രീമിയം ലുക്കും ആൻഡ് സ്പോർട്ടി ഫീലും കിട്ടുന്നുണ്ട്. ഓക്കെ, ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം പറയേണ്ടത് ഡ്യുവൽ എയർ ബാഗാണ്. ഡ്രൈവർ ആൻഡ് പാസഞ്ചർ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് സ്പോക്സിൽ വരുന്നത് മെറ്റൽ ഫിനിഷ് വരുന്നതുകൊണ്ട് ഒരു പ്രീമിയം ലുക്ക് ഇതിന് ലഭിക്കുന്നുണ്ട്. പിന്നെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഡിജിറ്റലാണ്, ഫുള്ളി ഡിജിറ്റലാണ്. അതുകൊണ്ട് അതിനും ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഒരു സ്പോർട്ടി ലുക്ക് വരുന്നുണ്ട്. ഒരു ബ്ലൂ ആൻഡ് റെഡ് ഷെയ്ഡ് വരുന്നതുകൊണ്ട് അതും കാണാനും കുറച്ചുകൂടെ ഇമ്പമാർന്നതായിട്ട് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നത് 20.32 mm ആണ് ടച്ച് സ്ക്രീൻ വരുന്നത്. AC വരുന്നത് മാനുവലാണ്. ടോപ്പിലേക്ക് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. പിന്നെ മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോൾ സ്പോർട്സിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഗിയർ നോബ് എന്ന് പറയുന്നത് ഈ ടൈപ്പാണ്. നമ്മൾ ഡീസലിൽ വരുമ്പോൾ സ്പോർട്സിന് ഇവിടെ ഒരു ചെറിയൊരു ക്രോമൊക്കെ ഫിനിഷ് പോലെ വരും. പിന്നെ സ്റ്റോറേജ് സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ മൊബൈൽ ഇത് ചെയ്യാനുള്ള സ്റ്റോറേജ് ഉണ്ട്. ഡോറിലും USB പോർട്ടും ചാർജും പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു പ്ലഗ് ഇൻ ചെയ്യാനുള്ളതും ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിനുള്ളിൽ ആംബ്രസ്റ്റിനുള്ളിലും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ വരുന്നൊരു മെയിൻ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൗ ബോക്സ് ആണ്. ഇതിനകത്ത് തന്നെ കൂളിങ്ങും വരുന്നുണ്ട്. നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാം. കൂളിംഗ് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിനകത്ത് വരുന്നുണ്ട്. അതൊരു നല്ലൊരു ഫീച്ചറാണ്. സ്റ്റിയറിങ്ങിൻ്റെ പറയുമ്പോൾ സ്റ്റിയറിങ്ങിന് ഒരു മെറ്റൽ ഫിനിഷ് വരുന്നുണ്ട് ഇതിനകത്ത്. അതൊരു പ്രീമിയം ലുക്കും ഒരു സ്പോർട്ടി ലുക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് മേളിൽ തന്നെ മൗണ്ടഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ചസ്. അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹാൻഡ് ഫ്രീ മോഡ് കാര്യങ്ങളെല്ലാം. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ടോപ്പ് എൻഡിലേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡറിൻ്റെ തൊട്ട് മേളിലായിട്ട് നമ്മുടെ ലൈറ്റ്, അത് ജസ്റ്റ് ലൈറ്റിൽ തന്നെ തുടങ്ങുമ്പോൾ ലൈറ്റ് ഓൺ ആകും. അതിന് പ്രത്യേക സ്വിച്ചൊന്നുമില്ല. ഈ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഉള്ള സ്വിച്ചസ് ഉണ്ട്. പിന്നെ നമ്മുടെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് മിറർ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനുള്ള സ്വിച്ചസ് വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും. കീയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മാനുവലി സ്റ്റാർട്ടഡ് കീ ആണ്. കീലെസ് എൻട്രി ആണ്. നമ്മൾ കീ ഇട്ടാണ് ചെയ്യേണ്ടത്. ടോപ്പിലേക്ക് വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും. ഇതിൽ നമുക്ക് കീയിൽ ലോക്ക് അൺലോക്ക് പിന്നെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫീച്ചറുമുണ്ട്. നമ്മുടെ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഫാബ്രിക് ആണ് എല്ലാ സീറ്റും വരുന്നത്. ഫാബ്രിക് ആണ് ടോപ്പ് എൻഡിൽ വരെയും. പിന്നെ ലെതർ വരുന്നത് നമ്മുടെ DCT ടർബോ DCTയിലാണ് ലെതർ വരുന്നത്. പിന്നെ സീറ്റിൽ തന്നെ നമ്മുടെ ഡ്രൈവറിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. അതൊരു മെയിൻ ഫീച്ചർ തന്നെയാണ്. പുതിയ ഫീച്ചർ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ വരുമ്പോൾ സ്റ്റിയറിംഗും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ടിൽറ്റും ആണ്, ടെലസ്കോപ്പിക്കും ആണ്. അത് ബേസ് മോഡലോട്ട് തന്നെ അവൈലബിൾ ആണ് ഈ വണ്ടിക്കകത്ത്. ടെലസ്കോപ്പിക്ക് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല ലെഗ് സ്പേസും ഉണ്ട്, ഷോൾഡർ സ്പേസ് ആൻഡ് ഹെഡ് സ്പേസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു കംഫേർട്ടിന് വേണ്ടി റിയർ AC വെൻറ്റ് ഇതിൽ വരുന്നുണ്ട്. റിയർ AC വെൻറ്റിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. AC അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫോൺ പ്ലഗ് ഇൻ ചെയ്യാനുള്ള പോർട്ടും ഉണ്ട്. അത് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ ഇതിനകത്ത് അവൈലബിൾ ആണ്.
പ്രൈസിങ് എന്ന് പറയുന്നത് നമുക്കിപ്പം സ്പോർട്സ് എന്ന് പറയുന്ന ഈ വേരിയൻറ്റിന് വരുന്ന പ്രൈസിങ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,67,667 ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 8,97,000 ഓളം വരുന്നു. ഇതിപ്പം ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഫിനാൻസ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഡൗൺ പേയ്മെൻറ്റ് ഇത് വരും. ലോ ഡൗൺ പേയ്മെൻറ്റ് നമുക്കിപ്പം ഓൺ റോഡിൻ്റെ ഒരു സാലറീഡ് അല്ലെങ്കിൽ ഒരു ITR ഫയൽ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ഓൺ റോഡിൻ്റെ 95 ഓളം ഇത് ഫിനാൻസ് കിട്ടുന്നുണ്ട്. 90 അല്ലെങ്കിൽ എക്സ്ഷോറൂമിൻ്റെ 100 ഓളം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻകം സോഴ്സ് കാണിക്കാൻ പറ്റുന്ന ഒരു നോൺ ഇൻകം പ്രൂഫ് കസ്റ്റമർ ആണെങ്കിൽ പോലും അവർക്കും എക്സ്ഷോറൂമിൻ്റെ 95 അല്ലെങ്കിൽ എക്സ്ഷോറൂമിൻ്റെ 100 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺ റോഡിൻ്റെ 95ഉം 90യും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും അങ്ങനെ കസ്റ്റമർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ബ്രോയെ കോൺടാക്ട് ചെയ്യാമല്ലോ. കോൺടാക്ട് നമ്പർ പറഞ്ഞോളൂ വീഡിയോയിൽ. എൻ്റെ കോൺടാക്ട് നമ്പർ 8921266785. ഓക്കെ, എങ്ങനെ ഹരി എന്നല്ലേ? അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഹരിബ്രോയെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം വളരെ താങ്ക്സ്. ഇതിപ്പോൾ ആൾറെഡി ഡെലിവറി ആയ വാഹനമാണ് കിടക്കുന്നത്. അപ്പോൾ ഗൈസ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. അപ്പം ഇനിയും ഇതേപോലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ